മുസ്നദ് അഹമ്മദിന്റെ 12981 വചനം. ഇൻ ഖാമത്തി സാഅത്തു വബിയദി അഹദികും ഫസീലത്തുൻ ഫഇനസ്തതഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസഹാ ഫല്യഫ്അൽ. ഒരാളുടെ കയ്യിൽ ഒരു വിത്തുണ്ട്, ഒരു ചെടിയുണ്ട്. ഖിയാമത്ത് നാളിന്റെ പ്രാരംഭ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഖിയാമത്ത് നാളാകുന്നതിന്റെ മുമ്പ് ഇത് നടാൻ പറ്റുന്നൊരു ഗ്യാപ്പ് കിട്ടുമെങ്കിൽ ഫല്യഫൽ, അത് നട്ടുകൊണ്ടിരിക്കട്ടെ എന്ന്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു. ഇത് നടാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്, എന്നാലേ സൂറൊക്കെ ഇടാൻ ആരംഭിക്കുള്ളൂ. അതിന് മുമ്പ് കുറേ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ദിന വർദ്ധിക്കുക, കൊലപാതകം വർദ്ധിക്കുക, അങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമല്ല കേട്ടോ, ഇതിനേക്കാൾ ശക്തമായിട്ട് വരും. കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ കേരളത്തിൽ 283 കൊലപാതകം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ. അത്രയ്ക്കുള്ള കണക്കിൻ്റെ കയ്യിലുള്ളൂ, അത്രയ്ക്കേ കാണുന്നുള്ളൂ സെർച്ച് ചെയ്തപ്പോൾ. ഇതിനുവേണ്ടിയല്ല ഞാൻ മറ്റൊരു ആവശ്യത്തിന് നോക്കിയത്. ഒരൊറ്റ വർഷം 283 കൊലപാതകങ്ങൾ, വളരെ മാരകമാണ് അതൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ പിടുത്തം വിടും. ഡെയിലി 283 അവസ്ഥയിലേക്കൊക്കെ വരും. ഉത്തരേന്ത്യയിലൊക്കെ അത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാളിന്റെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങളുണ്ടാകും. ദജ്ജാലിന്റെ വരവ്, മഹ്ദി ഇമാമിന്റെ പ്രത്യക്ഷപ്പെടൽ, ദാബത്തുൽ അർള് എന്ന പ്രത്യേകമായ സംഗതി, ജീവികൾ അല്ലെങ്കിൽ സത്വം രൂപപ്പെടൽ, പിന്നെ ലാസ്റ്റ് എതിർ സൈഡിൽ നിന്ന് സൂര്യൻ ഉദിക്കൽ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെടുത്തേണ്ട ഒരു മുളച്ച മാവും തൈ. ഇത് നടുന്ന സമയം കൊണ്ട് ഖിയാമത്ത് നാളിൽ സംഭവിക്കൂല, അത്രക്കൊരു ഗ്യാപ്പ് ഉണ്ടോ? എന്നാ ഫല്യഫ്അൽ, അത് നട്ടിരിക്കട്ടെ എന്ന് ഹദീസിൽ പറയുന്നു.